തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ വേണ്ടി ഏതെങ്കിലും ഒരു സമൂഹത്തെ പ്രീണിപ്പിക്കുന്ന നിലപാടുകൾ ഒരിക്കലും ശരിയല്ല. ഇന്ന് ദൗർഭാഗ്യവശാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വർഗീയ കാർഡ് കളിച്ചു തുടങ്ങിയിരിക്കുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ന് ഹിന്ദു കാർഡ് കളിക്കാനുള്ള നീക്കങ്ങളുമായിട്ടാണ് അദ്ദേഹം രംഗത്ത് വരുന്നത്. ഒരു കാരണവുമില്ലാതെ NDO യൂണിയന്റെ സമ്മേളനത്തിൽ കോഴിക്കോട് വെച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ ഒരാഴ്ചക്ക് ശേഷമാണ് ലീഗിനെ കടന്നാക്രമിക്കുന്നു, ലീഗിനെതിരായ നീക്കങ്ങൾ നടത്തുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ മതേതരത്വം പഠിപ്പിക്കാൻ പിണറായി വിജയൻ വളർന്നിട്ടില്ല എന്ന് തന്നെയാണ്. മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുക വഴി മുസ്ലിം സമുദായത്തെ തന്നെ മാറ്റി നിർത്താനും അവരെ തന്നെ ഭിന്നിപ്പിക്കാനുമുള്ള നീക്കം നടത്തുകയാണ്. അതൊന്നും നമ്മുടെ നാട്ടിൽ ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ ഇത് എല്ലാ പ്രസ്താവനകളിലും അതാണ് നമ്മൾ കാണുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. തീവ്രവാദം സംഘടനകൾ പലപ്പോഴും ശ്രമിച്ചപ്പോഴൊക്കെയും മതേതരത്വം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ധീരമായ നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിനകത്ത് കുറച്ച് നഷ്ടം വന്ന കാര്യവും ഞാൻ പറഞ്ഞു. ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ടല്ല ലീഗ് അതിന്റെ നിലപാടുകൾ സ്വീകരിക്കുന്നത്.